നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഉപ്പിട്ട് കലക്കി ചായ ഉണ്ടാക്കി തന്നിട്ട് കളിയാക്കി ചിരിക്കുന്നോ? നിനക്ക് പരാതി ഉണ്ടെങ്കിലേ നീ കൊണ്ടുചെന്ന് ക്രിമിനൽ കേസ് കൊടുക്കടി, ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്തിനടി ക്രിമിനൽ കേസ്? നിന്നെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാടി. ആ എടി, ഭഗവാൻ കൃഷ്ണനോട് എന്ത് പ്രാർത്ഥിച്ചാലും അത് സാധിച്ചു തരുമെന്ന് കേട്ടിട്ടുണ്ട്. നേര് തന്നെയല്ലേ? ചോദിക്കുന്ന കാര്യങ്ങള് സത്യസന്ധമായിരിക്കണം, അതിൽ ന്യായം ഉണ്ടാവണം. ചോദിക്കുന്ന ആൾക്ക് ഭഗവാന്റെ ഈ സഹായം കൂടിയേ തീരുമെങ്കിൽ ഭഗവാൻ ഉറപ്പായിട്ടും അത് തന്നിരിക്കും. എന്ന് വെച്ചാ ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് ഒരു തരികിടയും നടക്കില്ല എന്നർത്ഥം. ഭഗവാൻ കുട്ടിക്കാലത്ത് കാണിച്ചിട്ടുള്ള തരികടകളൊന്നും ചെറുതല്ല. ഒരു കാര്യം സത്യം, അമ്പാടിക്കണ്ണന്റെ മുന്നിൽ വന്ന് എന്തും തുറന്നു പറയാം, ഒട്ടും പേടിക്കണ്ട. അത് ശരിയാ, മൂപ്പരെല്ലാരോടും വലിയ കമ്പനിയാ. കമ്പനിയൊക്കെ തന്നെയാ, പക്ഷെ മര്യാദകേട് കാണിച്ചാലേ പണി പാൽപായസത്തിലും തരും. അമ്പലപ്പുഴ പാൽപായസത്തിലും. മീനാക്ഷി, എനിക്കൊരു ചായ തരുമോ? തരാലോ. ഇപ്പൊ പഴയതുപോലല്ല, ഏത് മുറിയിലും കയറാം, എവിടെ നിന്നും എന്തും ചെയ്യാം. ചോദിക്കാൻ ഒരുത്തനും വരില്ല. ഒരു കുഞ്ഞുണ്ടായതുകൊണ്ട് അങ്ങനെ ചില ഗുണം കിട്ടി. ഓ, ഈ അവതാരം ഇതിനകത്ത് കയറി നിൽക്കുവാണ്. പഴയതുപോലെ ഇവളോട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എന്താ? ഞാനൊരു ചായ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാ. ആർക്കാ ചായ? കാർത്തിയേട്ടന്. ഇത് തന്നെയാ പറ്റിയ അവസരം. നീ പോയി ആ കുഞ്ഞിനെ എടുക്ക, ചായ ഞാൻ ഉണ്ടാക്കാം. കുഞ്ഞിനെയോ? ഞാനോ? ആ ഞാനെടുക്കാം. ഓ അമ്മയുടെ പൊന്നങ്കിലേ, എന്റെ മുത്തേ, കാര്യല്ലേടി വാവേ? ഓയ്, അമ്മയുടെ ചക്കര പൊട്ടനല്ലേടി? എന്തായാലും അവൻ എന്റെ ഭർത്താവായതിനു ശേഷമല്ലേ ഇവളുടെ ഭർത്താവായത്. നല്ല ചായ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. ഇത് ഉപ്പ്, ഇത് പഞ്ചസാര. എനിക്ക് കാർത്തിയോട് സ്നേഹം അല്പം കൂടുതലായതുകൊണ്ട് പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിട്ട് കൊടുക്കാം, അതാ നല്ലത്. ഉപ്പിലും ഉണ്ട് ഒരു ദിവ്യപ്രേമം. എന്റെ മീനാക്ഷി എനിക്ക് വിഷം കലക്കി തന്നാലും അതും ഞാൻ കുടിക്കും.
ഇനി കാർത്തിക് എന്ത് ചെയ്യും? ഞാനൊന്ന് കാണട്ടെ. കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുവാ. എന്നിട്ട് ഈ ചായ കൊണ്ട് നിന്റെ കണവന് കൊടുക്ക്. ദാ കാർത്തേട്ടാ ചായ. മീനാക്ഷി, ഈ ചായ മൈഥിലി ഉണ്ടാക്കിയതാണല്ലേ? അതെ. എന്താ കാർത്തേട്ടാ? ഏയ് ഒന്നുമില്ല. എന്തായാലും കൊണ്ടുവന്ന് തന്നത് എന്റെ മീനാക്ഷിയല്ലേ? എന്റെ മീനാക്ഷി തരുന്ന എന്തും എനിക്ക് അമൃത. നിക്ക് നിക്ക് നിക്ക്, ആ ചായ ഇങ്ങ് തന്നെ. എന്തിനാ? ഇങ്ങ് തരാൻ. താ. അവൾ ഇതിനകത്ത് ഉപ്പിട്ട് കലക്കി. ചോദിച്ചിട്ട് തന്നെ കാര്യം. ഏയ് മീനാക്ഷി, വേണ്ട. വേണം. ഏയ് മീനാക്ഷി, മീനാക്ഷി. നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമായോടി? എനിക്ക് ജന്മനാ കുറച്ച് അഹങ്കാരമുണ്ട്. അത് ഞങ്ങൾ തറവാട്ടുകാർക്ക് പണ്ടേ ഉള്ളതാ. തറവാടോ? നിനക്കോ? ഏത് തറവാട്? അതൊക്കെ പോട്ടെ. കൾച്ചർ ഉണ്ടാവണമെങ്കിൽ തറവാട്ടി ജനിച്ചിട്ടും കാര്യമില്ല. നീ എന്റെ കാർത്തിയേട്ടന് ഉണ്ടാക്കി തന്ന ചായയില് ഉപ്പിട്ട് കലക്കിയല്ലേ? ഉപ്പോ? ഞാനോ? ഉപ്പും പഞ്ചസാരയും ഒരുപോലെ വെളുത്താണല്ലോ ഇരിക്കുന്നത്. ചിലപ്പോ മാറിപ്പോയതായിരിക്കും. സാരമില്ല. നിനക്കത് സാരമില്ലായിരിക്കും, പക്ഷെ എനിക്കത് സാരമുണ്ട്. എന്റെ ഭർത്താവിനാ നീ ഉപ്പ് കലക്കിയ ചായ കൊടുത്തത്. നിന്റെ ഒരു ഭർത്താവേ! എന്താണ് നിനക്കത്ര പുച്ഛം? ഉപ്പിട്ട് കലക്കിയ ചായ ഉണ്ടാക്കി തന്നിട്ട് കളിയാക്കി ചിരിക്കുന്നോ? നിനക്ക് പരാതി ഉണ്ടെങ്കിലേ നീ കൊണ്ടുചെന്ന് ക്രിമിനൽ കേസ് കൊടുക്കടി. ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്തിനടി ക്രിമിനൽ കേസ്? നിന്നെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാടി. എടി, എന്താടി കണ്ണും തള്ളി നിൽക്കുന്നേ? തല്ലുന്നില്ലേ? തല്ലടി. നിന്റെ ഒരു തല്ല് കൊണ്ടിട്ട് വേണം എനിക്ക് ചിലത് ചെയ്യാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.